2021 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ആമുഖമായിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത് ഇപ്രകാരമായിരുന്നു: ഔസേപ്പിതാവിനെ പോലെ ഒരു പിതാവിനെ ഇന്ന് ലോകത്തിന് ആവശ്യമുണ്ട്. വരുവിൻ, നമുക്ക് ഔസേപ്പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാം. തീർത്തും അർത്ഥവത്തായ വാക്കുകളായിരുന്നു അത്. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ഒത്തിരി ഗുണങ്ങൾ നമ്മൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സാംശീകരിക്കേണ്ടതുണ്ടെന്നും അനുവർത്തിക്കേണ്ടതുണ്ടെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുകയുണ്ടായിരുന്നു. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഇനിയും അറിയപ്പെടാതെ പോയ ഒത്തിരി സവിശേഷ ഗുണങ്ങൾ, തനിമയാർന്ന ഔസേപ്പിതാവിൻ്റെ വ്യക്തിത്വം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സഭയുടെ പിതാവ്, തിരുസഭയുടെ പാലകനായ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലെ 3 തനിമയാർന്ന വ്യക്തിത്വങ്ങളെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഫ്രാൻസിസ് പാപ്പ ഒരു പൃഥുഹൃദയത്തോടെ എന്ന പേരിൽ പുറത്തിറക്കിയ അപ്പസ്തോലിക തിരുവെഴുത്തിൽ ഔസേപ്പിതാവിന് വേണ്ടി കാഴ്ചവെച്ച ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് ഔസേപ്പിതാവ് പ്രിയങ്കരനായ ഒരു പിതാവാണ് എന്നുള്ളതാണ്. ദ ബിലവഡ് ഫാദർ എന്നാണ് ഫ്രാൻസിസ് പാപ്പ സൂചിപ്പിക്കുന്നത്. ചങ്ക് കൊടുത്ത്, ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു അപ്പനാണ് ഔസേപ്പിതാവ് എന്നുള്ളതാണ്. തൻ്റെ മകനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച് ദൈവപിതാവിൻ്റെ ആർദ്രമായ സ്നേഹം മകന് കൊടുത്തുകൊണ്ട് സ്നേഹിച്ച ഒരപ്പൻ. താൻ കാരണം ആരുടെയും കണ്ണും ചങ്കും കലങ്ങരുതെന്നും ആരും കളങ്കപ്പെടരുതെന്നും വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഔസേപ്പിതാവ്. തിരുക്കുടുംബത്തെ കാത്തു പരിപാലിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടും ത്യാഗത്തോടും കൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഔസേപ്പിതാവ്. ആ ഔസേപ്പിതാവിൽ നിന്നാണ് യേശു കരുണയും അനുകമ്പയുമൊക്കെ ജീവിതത്തിൽ പഠിച്ചെടുക്കുന്നത്. ധൂർത്തപുത്രന്റെ ഉപമ പറയുമ്പോഴൊക്കെ യേശുവിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുക ഔസേപ്പിതാവിൻ്റെ ആ കാരുണ്യമുള്ള മുഖമായിരിക്കും. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാനായിട്ട് ഈശോയെ പഠിപ്പിച്ചത് ഔസേപ്പിതാവ്. അങ്ങനെ ബിലവഡ് ഫാദർ യേശുവിനെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനാക്കി മാറ്റി എന്നുള്ളതാണ്. ഔസേപ്പിതാവിൻ്റെ ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, ഔസേപ്പിതാവിൻ്റെ ചാരെ നമ്മൾ അണയുമ്പോൾ നമ്മളെയും ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ ഏറ്റവും അരുമ സന്താനമാക്കി മാറ്റാൻ ഔസേപ്പിതാവിന് സാധിക്കും എന്നുള്ളതാണ്. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് സ്വപ്നങ്ങളെ സാഫല്യമാക്കിയവനാണ്. അതായത് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ ജീവിതത്തിൽ അപ്പാടെ നിവർത്തിച്ചവനാണ് ഔസേപ്പിതാവ്. ദൈവം എന്ത് ആഗ്രഹിച്ചുവോ അതിന് മറുതല പറയാതെ ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയത്. സ്വന്തം സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോയിട്ടും അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാതെ, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ അവബോധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പദ്ധതിക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഔസേപ്പിതാവിന് കഴിയും. സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയി വിറങ്ങലടിച്ച് നിൽക്കുമ്പോൾ ഈ ഔസേപ്പിതാവിൻ്റെ ചാര ഒന്ന് അണയുക. ഔസേപ്പിതാവ് നമ്മോട് പറയുന്നുണ്ട്, നിന്റെ സ്വപ്നങ്ങളൊക്കെ കർത്താവിനോട് ചേർത്ത് വെക്കുക. ആ സ്വപ്നങ്ങളൊക്കെ സാഫല്യമാക്കുവാനായിട്ട് കർത്താവ് നിന്നെ സഹായിക്കും. ജീവിതത്തിലെ ദുരിതപൂർണ നിമിഷങ്ങളിൽ നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ താറുമാറായി പോകുമ്പോൾ ഔസേപ്പിതാവ് നൽകുന്ന ഒരു പാഠപുസ്തകം എന്നത് അത് ദൈവ സന്നിധിയിൽ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ്. സ്വപ്നങ്ങളുടെ കൂട്ടുകാരനായ ഔസേപ്പിതാവ് നമുക്കിന്ന് പഠിപ്പിച്ചു തരുന്നു, നിന്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ ഹിതങ്ങളായിട്ട് മാറുവാനായിട്ട് കഴിയട്ടെ. മൂന്നാമത് ഔസേപ്പിതാവ് നമുക്ക് നൽകുന്നത് നിശബ്ദതയുടെ പ്രാർത്ഥനയായ മനുഷ്യൻ എന്ന രീതിയിലാണ്. ഔസേപ്പിതാവ് സംസാരിച്ചതെന്ന് ബൈബിള് ഒരിക്കലും പ്രതിപാദിക്കുന്നില്ല. അവൻ നീതിമാനായിരുന്നു എന്ന് മാത്രമാണ് ഒറ്റ വാചകം. പക്ഷേ ഔസേപ്പിതാവിൻ്റെ നിശബ്ദത പ്രാർത്ഥനയായി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സംസാരിക്കുക മാത്രമല്ലല്ലോ, ശ്രവിക്കുകയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നത് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലൂടെയാണ്. ദൈവം പറയുന്നതൊക്കെ എല്ലാം ശ്രവിച്ച് ആ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ
ക്രമപ്പെടുത്തിക്കൊണ്ട് ഔസേപ്പിതാവ് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഔസേപ്പിതാവിന് ഒരിക്കലും ഇത്രയും ജീവിത സംഘർഷങ്ങളെ നേരിടുവാനായിട്ട് കഴിയുമായിരുന്നില്ല. പ്രാർത്ഥന ഔസേപ്പിതാവിനെ സംബന്ധിച്ചോളം അവൻ്റെ ബലിയായിരുന്നു. ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ ഓർമ്മയിലായിരിക്കുമ്പോൾ നമുക്കും ആ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാം. ഔസേപ്പിതാവ് എന്ന വാക്കിനർത്ഥം വളർത്തുന്നവൻ എന്നാണ്. ദൈവഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മളെ വളർത്താൻ ഔസേപ്പിതാവിനെ കൊണ്ട് സാധിക്കും. ആ ഔസേപ്പിതാവിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരപ്പൻ ഇങ്ങനെ തണലായിട്ട് നിൽക്കുമ്പോൾ മക്കൾ ഒരിക്കലും വെയിലോ മഴയോ കൊള്ളാറില്ലല്ലോ. ആ അപ്പൻ്റെ തണലിനോട് നമ്മളെ തന്നെ ചേർത്ത് പിടിക്കും. അസാധാരണമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടും വെറും സാധാരണക്കാരനെ പോലെ ജീവിച്ച വ്യക്തിത്വമാണ് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ. നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാൻ, നിശബ്ദതയെ പോലും പ്രാർത്ഥനയാക്കുവാൻ. അങ്ങനെ ആ അപ്പൻ നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്.